ഹലോ സുഹൃത്തുക്കളെ, ഞാൻ കോഴി ഫാമിക്ക് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ സേഫ്റ്റി പ്രിക്കോഷൻസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ വൃത്തിയാക്കി വെച്ച ഷൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ല ഇഴജന്തുക്കളോ അതിൽ വന്ന് കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അത് 2-3 പ്രാവശ്യം നമ്മൾ കൊട്ടി നോക്കണം. പിന്നെ അതുപോലെ തന്നെ സോക്സ് നമ്മൾ എന്തായിട്ടും ഇടണം, അല്ലെങ്കിൽ കാല് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷൂഡിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്നോ, നമ്മളെ ഈ ഫാമിനുള്ളിൽ നമ്മളെ ഫാന്, അതുപോലെ ലൈറ്റുകൾ, അതേപോലെ തന്നെ സ്പ്രിങ്കള്, മോട്ടർ, ഇതൊക്കെ ഉപയോഗിക്കുന്ന വയറുകളുണ്ടാവും. അതിൽ നിന്നൊക്കെ കാരണം കറണ്ടിൽ നിന്ന് എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് വരാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം നമ്മളെ ഈ ഫാം ഫുള്ള് നിർമ്മിച്ചുകൊണ്ട് ഇരുമ്പ് കമ്പികൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഷൂ പോലുള്ളത് ധരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു നമ്മുടെ ഫാമിൽ 2 ഗുളികയാണ് 1000 ലിറ്റർക്ക് ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് ഗുളിക, ഇതാണ് ഈ ഗുളികയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫാമിൽ 750-ൻ്റെയാണ്, അതിലേക്ക് 1.5 ഗുളികയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം 2 പ്രാവശ്യം ഞാൻ ഈ കോണിലൂടെ ഇറങ്ങും കയറും വേണം ടാങ്കിലേക്ക്. ഈ കോണിലൂടെ ഇറങ്ങും കയറും ചെയ്യുന്നത് നല്ല റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഷൂ ആണിച്ച് ഒന്നുകൂടി സേഫ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്, നല്ല ഗ്രിപ്പില്ലത് കൊണ്ട്. ഇതിനെ മറിച്ച് ചെരുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അതിൽ കയറും ഇറങ്ങും ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. 8ൻ്റെ പണിയല്ല, ലക്ഷത്തിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഈ ഫാമിൽ തന്നെ. അത് ഞാൻ വീഡിയോയിൽ പിന്നീട് പറയാം. നമ്മൾ ടാങ്കിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നമ്മൾ ഏകദേശം നമുക്ക് ഊഹിക്കണം. എന്നിട്ട് അതിന് ആനുപാതികമായിട്ട് ഇരിക്കണം നമ്മൾ ഗുളിക ഇടേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം 2 ഗുളിക ഇട്ട് പിറ്റേ ദിവസം 2 ഗുളിക എന്നുള്ളത് വിഡിത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് നമ്മൾ ടൈമർ വെക്കണം. മൊബൈൽ ഫോൺ എന്തായിട്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറുകളിൽ സേവ് ചെയ്ത മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് അത്യാവശ്യമാണ്. കാരണം ടൈമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് പോവുകയില്ല. അതേപോലെ തന്നെ എനിക്കിവിടെ സംഭവിച്ചത് ഇതേമാതിരി ഞാൻ മോട്ടർ ഇട്ടിട്ട് മറന്നു. ആ മോട്ടർ ഓവർ ഹീറ്റായിട്ട് 12 മണിക്കൂറോളത്തെ വർക്ക് ചെയ്തിട്ട് മൊത്തം കത്തി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാരണം അല്ലെങ്കിൽ ഫാം മൊത്തം കത്തി പിടിക്കുമായിരുന്നു. ഞാനത് കാണിക്കതിൽ. അതേപോലെ നമ്മൾ ഫാമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വീവാറ്, അതുപോലെ ഈ സ്ലിപ്പ് ഓൺസിൻ്റെ പോലത്തെയുള്ള മറ്റ് ചെരുപ്പുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നോ. അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തും വെള്ളമാവും, അടിയിൽ ഈ കോഴിക്കാട്ടൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തെന്നിപ്പോവും. ഫാമിൽ തന്നെ നമ്മൾ വീഴും. അതിൻ്റെ പുറത്ത് നമ്മൾ മോട്ടർ എന്ന് അറിയുന്നത് കാണുമ്പോൾ നമ്മൾ മണ്ടി ചെന്നിട്ട് കോണിമ കയറി നമ്മൾ സ്ലിപ്പായി വീഴാൻ സാധ്യത 100% കൂടുതലാണ്. അതേപോലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ഈ ഫാമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് ഗുളിക എടുത്ത് കയറി. ആ സമയത്ത് എന്തായിട്ട് അതിൻ്റെ മുകളിൽ വീണിട്ട് ഒരു 1 lakh വരെ 1 lakhൻ്റെ അബോ ചിലവ് വന്നു. അത് അവനൊരു ഇൻഷുർ കാർഡ് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നമ്മളെ മൗലാന ഹോസ്പിറ്റലിൽ ഷാഹിദ് ബത്തൂർ സാറാണ് അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയത്. കാരണം നമ്മളെ മടമ്പ് മൊത്തം കയറിയിരിക്കുന്നു പിരിഞ്ഞുകൊണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബോൾട്ടും നെറ്റും ഒക്കെ ഇട്ടുകൊണ്ട് മുറുക്കിയിരിക്കുകയാണ്. കാരണം എന്നിട്ടിപ്പോൾ 2 മാസത്തോളമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ 2 ആൾ ഒരുമിച്ചെടുക്കൊണ്ട് ഒരാളുണ്ടാവുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതോ ഫാമിലാണെങ്കിലോ കോഴി നിറയേണ്ട. പിന്നെ എന്നിട്ട് അവൻ വീണിട്ട് അവന് ഫസ്റ്റിനോട് പറയുന്നത് എന്താണെന്ന്, നമ്മൾ ഡോർ അടച്ചോ, കോഴി ഫാമിന് ഡോർ അടച്ചോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഡോർ അടച്ചിട്ട് അവിടെ ഞങ്ങൾ ഈ ഏരിയയിൽ പട്ടികളെ ശല്യം നല്ലതുണ്ട്. അതുകൊണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യുന്നിട്ട് അവനെ അത്ര ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കോഴി ഫാമിനൊന്നും പറ്റില്ല, അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതുപോലുള്ള അപകടങ്ങൾ നമ്മളെ ഫാമുകളിൽ ആർക്കെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നത്. വേറൊന്നും നിങ്ങൾ കരുതരുത്. കാരണം എനിക്ക് പറ്റിയ അപകടങ്ങളും അബദ്ധങ്ങളുമാണ് ഞാനിതിൽ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാര്യമായിട്ട്.